Hello everyone, welcome to I Plus Training Solutions. HSST സൈക്കോളജിന്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നത് എല്ലാവരും കണ്ടു കാണും. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം തകൃതിയായി തന്നെ നടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് കോൺസെപ്റ്റിനോടൊപ്പം തന്നെ കുറച്ച് PYQs കൂടെ പഠിച്ചു പോവാം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചധികം PYQs ആണ്. മുൻകാല പരീക്ഷയിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോ നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് പാർട്ട് ഓഫ് ദ ലിംബിക് സിസ്റ്റം ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഹങ്കർ മോട്ടിവേഷൻ? ഹങ്കർ മോട്ടിവേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ പാർട്ട് ഇതിലേതാണ്? ഹിപ്പോക്യാമ്പസ് ഉണ്ട്, അമിഗ്ഡാല ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ UGC നെറ്റ് എക്സാം ആവട്ടെ, സെറ്റ് ആവട്ടെ, ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഹങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനിലുള്ള സെന്റർ ഏതാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിന്റെ റോൾ എന്ന് പറയുന്നത് ഹങ്കർ, തേഴ്സ്റ്റ്, ബോഡി ഹോമിയോസ്റ്റാറ്റിസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഹോർമോൺ, എനർജി ബാലൻസ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ആണ് നമ്മള് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് തരുന്നത്. നമ്മുടെ എനർജി ലെവൽസ് കുറയുന്ന സമയത്ത് ഹൈപ്പോതലാമസ് നമുക്ക് ഇൻഫോർമേഷൻ തരും, ഇറ്റ് സംതിങ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹൈപ്പോതലാമസിൽ തന്നെ ഏത് റീജിയൻ ആണ് നമ്മുടെ ഫീഡിങ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഏത് റീജിയൻ ആണ് നമ്മുടെ സാറ്റൈറ്റി സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഹൈപ്പോതലാമസിലുള്ള ലാറ്ററൽ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ഫീഡിങ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫുഡ് കഴിക്കണം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് ഈ ലാറ്ററൽ ഹൈപ്പോതലാമസ് ആണ്. ആൻഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മതി, സ്റ്റോപ്പ് ചെയ്യാനായി എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്നത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ആണ്. അതിനെ നമ്മൾ സാറ്റൈറ്റി സെന്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫുഡ് മതി ഒരു സിഗ്നൽ തരാൻ ഒരാളുണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇറ്റ് ലീഡ്സ് ടു ഓവർ ഈറ്റിംഗ് ആൻഡ് ഒബീസിറ്റി. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഫീഡിംഗ് സെന്റർ ലാറ്ററൽ ഹൈപ്പോതലാമസ് ആണ് ആൻഡ് സാറ്റൈറ്റി സെന്റർ നമ്മുടെ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ആണ് എന്നുള്ളത്. The next question, the tendency to search for evidence that fits one beliefs while ignoring any evidence that does not fit those beliefs is known as. നമ്മുടെ ബിലീഫ്സിനോട് ചേർന്ന് നിൽക്കുന്ന എവിഡൻസസ് മാത്രം സെർച്ച് ചെയ്യാനുള്ള ടെൻഡൻസിനെ പറയുന്ന പേരെന്താണ്? നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ബാരിയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻസ് മെന്റൽ സെറ്റ്, ഫങ്ഷണൽ ഫിക്സഡ്നെസ്, കൺഫർമേഷൻ ബയാസ്, ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ. ഏതായിരിക്കും? നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടാ. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ആക്കി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കൺഫർമേഷൻ ബയാസ് ആണല്ലേ. അപ്പൊ കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിലീഫിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോർമേഷനെ മാത്രം സെർച്ച് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസിയാണ്. ആൻഡ് അതിനൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും നമുക്ക് എക്സിസ്റ്റിംഗ് ആയ ബിലീഫ് മാത്രം മതി. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നതിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും റീസണിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റു ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് റോങ് ആയത്, എന്താണ് മറ്റു ഓപ്ഷൻസ് എന്നുള്ളതും കൂടെ നോക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കൂടെ കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കണം. മറ്റു ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഉണ്ടായിരുന്നത് മെന്റൽ സെറ്റ് ആണ്. നമ്മൾ പ്രീവിയസ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ മെന്റൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ കുറച്ചും കൂടെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ പുതിയ ഓപ്ഷൻസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മൾ കാണാതെ പ്രീവിയസ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്യാണ് മെന്റൽ സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണ്. അപ്പോ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ മറ്റ് ഫങ്ഷൻസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നതിനെയാണ് ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോ എന്റെ കയ്യിൽ ഒരു സ്കെയിൽ ഉണ്ട്. അപ്പൊ സ്കെയില് നമ്മൾ എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ മറ്റ് ഫങ്ഷൻസ്, അതിന് വേറെയും ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ അൺഫെമിലിയർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുക. അതിനുള്ള ഇന്നെബിലിറ്റിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു കോയിൻ എടുക്കുകയാണ്. അപ്പൊ ആ കോയിനെ നമുക്ക് മണി ആയിട്ടാണ് യൂസ് ചെയ്യുക നമ്മൾ ജനറലി. പക്ഷേ അതൊരു സ്ക്രൂ ഡ്രൈവറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാതിരിക്കുന്നത് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണ്. പിന്നെ വരുന്നത് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ആണ്. ആൻഡ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ട്രേറ്റ്സിനെ ഓവർ എംഫസൈസ് ചെയ്ത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർ ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത്, അപ്പോ ഒരാൾ ക്ലാസ്സിൽ ലേറ്റ് ആയി വന്നു, അപ്പൊ ആ ഒരു സമയത്ത് അയാളുടെ പേഴ്സണൽ ട്രേറ്റ്സിനെ ഓവർ എംഫസൈസ് ചെയ്ത് അവിടെയുള്ള സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ ലേറ്റ് ആയി വന്ന ആള് ചിലപ്പോ ബസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ലേറ്റ് ആയത്. പക്ഷേ നമ്മൾ അതിന് പകരം അവന് തീരെ പങ്ക്ച്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവന്റെ പേഴ്സണൽ ട്രേറ്റ് ആയിട്ട് അതിനെ കാണാം. അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പ്രൈമറി കളേഴ്സ് ഇൻ ട്രൈക്രോമാറ്റിക് തിയറി? ട്രൈക്രോമാറ്റിക് തിയറിയിൽ വരുന്ന ഫണ്ടമെന്റൽ കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, റെഡ്, ഗ്രീൻ, ബ്ലാക്ക്. ഏതൊക്കെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ്. ട്രൈക്രോമാറ്റിക് തിയറി ഓഫ് കളർ വിഷനിൽ പറയുന്നത് നമ്മുടെ റെറ്റിനയിലുള്ള കോൺ സെൽസിൽ 3 ടൈപ്സ് ഓഫ് കോൺ സെൽസ് ഉണ്ട്. അത് ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് കളേഴ്സ് ലൈറ്റിനോട് സെൻസിറ്റീവ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ട്രൈക്രോമാറ്റിക് തിയറി ആ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ്. അപ്പൊ ഈ 3 കളറിന്റെ കമ്പൈൻഡ് ഫോംസ് ആണ് മറ്റ് കളേഴ്സ്. ഓക്കെ, ആൻഡ് ഈ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് തോമസ് യങ് ആണ്. ആൻഡ് ലാറ്റർ ഇത് ഹെർമൻ വോൺ ഹെൽമോട്ട്സ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രൈക്രോമാറ്റിക് തിയറി ഓഫ് കളർ വിഷനെ നമ്മൾ യങ് ഹെൽമോട്ട്സ് തിയറി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 കോമ്പണൻസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്? ഒബ്സർവേഷണൽ ലേണിംഗിന്റെ 4 കോമ്പണൻസ് ഏതൊക്കെയാണ്? അറ്റൻഷൻ, റിട്ടൻഷൻ, ഇമിറ്റേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, attention, motivation, reproduction, action, attention, retention, reproduction, motivation, attention, reproduction, reprocessing, motivation. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണല്ലേ? എല്ലാം സിമിലർ ആയിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അക്കോർഡിംഗ് ടു ആൽബർട്ട് ബന്ദൂര ഒബ്സർവേഷണൽ ലേണിംഗിന് 4 കോമ്പണൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റൻഷൻ. നമ്മളൊരു മോഡൽ കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിനോട് ഒരു അറ്റൻഷൻ കൊടുക്കും. ലേണർ ആദ്യം ഒരു മോഡൽ ബിഹേവിയറിന് ഒരു അറ്റൻഷൻ കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഈ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ ഒരു ബിഹേവിയറിനെ നമ്മൾ റിമെമ്പർ ചെയ്യും, ഓർക്കും. ദാറ്റ് ഈസ് റിട്ടൻഷൻ. അതിനുശേഷം ഈ ലേണറിന് ആ ഒരു ബിഹേവിയർ വീണ്ടും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ബിഹേവിയർ മോഡൽ ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബിഹേവിയർ നമ്മൾ ഓർത്തെടുത്തു, അത് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ അത് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റ് ഇതിൽ ആരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഹവാർഡ് ഗാർഡ്നർ, ഡാനിയൽ ഗോൾമാൻ, ആന്റോണിസ് റോബർട്സ്, സലോവിയൻ മേയർ. സലോവിയൻ മേയർ ആണ് ഫസ്റ്റ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോ പീറ്റർ സലോവിയൻ, ജോൺ ടി മേയർ. ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റ് 1919 ഫസ്റ്റ് സലോവിയൻ മേയർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഇവര് ഇമോഷണൽ ഇന്റലിജൻസിനെ the ability to perceive, understand and manage and use emotion effectively in oneself and others എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് സെലോവിയൻ മേയർ ആണ്. പക്ഷേ നമുക്കിത് ഗോൾമാൻ ആണ് കുറച്ചും കൂടെ പോപ്പുലറൈസ്ഡ് ആയിട്ട് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയുന്നുണ്ടാവുക. പക്ഷേ ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ പോപ്പുലറൈസ് ചെയ്തത് ഗോൾമാൻ ആണ്. ഫസ്റ്റ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സെലോവിയൻ മേയർ ആണ്. അതിന്റെ മറ്റു ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഹവാർഡ് ഗാർഡ്നർ നമ്മുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഡാനിയൽ ഗോൾമാൻ ആണ് അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ബുക്കിലൂടെ, ഇമോഷണൽ ഇന്റലിജൻസ് വൈ ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്ന ബുക്കിലൂടെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റിനെ കുറച്ചും കൂടെ ഫെമിലിയാരിറ്റി ആളുകളിലേക്ക് എത്തിച്ച് കുറച്ചുകൂടെ പോപ്പുലറൈസ് ആക്കിയത് അദ്ദേഹമാണ്. പിന്നെ ജോൺ ആന്റഗോണിസ് ആൻഡ് തിമോത്തി റോബർട്സ് അവർ ലീഡർഷിപ്പ് റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഇമോഷണൽ ഇന്റലിജൻസ് കോൺസെപ്റ്റ് റിലേറ്റഡ് ആളുകളല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാധ എൻജോയ്സ് ഓയിൽ പെയിന്റിംഗ്. She often spends hours making beautiful paintings. Her enjoyment in the task is her own. She does all those for her own happiness and not for money or approval. We can call this type of motivation as. രാധയ്ക്ക് ഓയിൽ പെയിന്റിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. അവൾ ഒരുപാട് നേരം അതിന് പെയിന്റിങ്ങിന് വേണ്ടിയിട്ട്, ബ്യൂട്ടിഫുൾ പെയിന്റിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അവളുടെ തന്നെ എൻജോയ്മെന്റ് ആണ്. അവൾ അവളുടെ തന്നെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ പെയിന്റിങ് ചെയ്യുന്നത്, അല്ലാതെ പൈസക്ക് വേണ്ടിയിട്ടോ അപ്രൂവലിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അപ്പൊ ഈ ഒരു മോട്ടിവേഷനെ നമ്മൾ എന്താണ് പറയാ? ഡ്രൈവ് റിഡക്ഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്പെക്ടൻസി. യാ, നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും അല്ലെ? ഇത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അപ്പോ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പേഴ്സണൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടോ, ആളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ, ആളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ രാധ പെയിന്റ് ചെയ്യുന്നത് എന്തിനാണ്? അവള് പെയിന്റിങ് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലാതെ പൈസക്ക് വേണ്ടിയിട്ടോ അപ്രൂവലിന് വേണ്ടിയിട്ടോ അല്ല അവൾ പെയിന്റിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് റോങ് ആയത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാം. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഡ്രൈവ് റിഡക്ഷൻ പറയുന്നത് എന്താ? നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനെയാണ് നമ്മൾ ഡ്രൈവ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹങ്കർ, തേഴ്സ്റ്റ് പോലുള്ളത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ റിവാർഡ്സിന് വേണ്ടിയിട്ട് ഒരു ബിഹേവിയർ കാണിക്കുന്നതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മണി, പ്രൈസ്, റെക്കഗ്നീഷൻ ഇതുപോലുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ റിവാർഡ്സിന് വേണ്ടിയിട്ട് ഒരു ബിഹേവിയർ കാണിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്ടൻസി പറയുന്നത് എന്താണ്? ഈ മോട്ടിവേഷൻ നമ്മൾ ഒരു എഫേർട്ടിനെ കുറിച്ച് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ മോട്ടിവേഷനെ ലീഡ് ചെയ്യുന്നുണ്ട് ഉള്ളതിനെയാണ് നമ്മൾ എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, alcohol abuse over a period can result in brain damage and memory disorder due to vitamin B deficiency. The medical condition is known as. ഒരുപാട് കാലം ആൽക്കഹോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാനും മെമ്മറി ഡിസോർഡേഴ്സ് ഉണ്ടാവാനും ഉള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് വൈറ്റമിൻ ബി ഡെഫിഷ്യന്റ് ആയിരിക്കും. ഈ മെഡിക്കൽ കണ്ടീഷനെ പറയുന്ന പേരെന്താണ്? ആൽക്കഹോൾ വിത്ഡ്രോവൽ, സൈക്കോജനിക് ഫോർഗെറ്റിംഗ്, ആന്റിറോഗ്രേഡ് അംനീഷ്യ, കോസാക്കോഫ് സിൻഡ്രോം. ഏതായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. കോസാക്കോഫ് സിൻഡ്രോം ആണ്. അപ്പൊ ഈ കോസാക്കോഫ് സിൻഡ്രോം പറയുന്നത് ഇവിടെ നമ്മുടെ ആൽക്കഹോൾ യൂസ്, ക്രോണിക് ആൽക്കഹോൾ അബ്യൂസ് കാരണം ഒരാൾക്ക് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് മെമ്മറി ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കോസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സിവിയർ മെമ്മറി പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഇവർക്ക് പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവർക്ക് ചില സമയത്ത് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഇവരുടെ മെമ്മറിയിൽ ഡിസ്റ്റോർഷൻസ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ കുറച്ചും കൂടെ സ്റ്റോറീസ് മേക്കപ്പ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോ
ആൽക്കഹോൾ അബ്യൂസ്, ക്രോണിക് ആൽക്കഹോൾ യൂസ് കാരണം മെമ്മറി ഡിസോർഡർ ഉണ്ടാവുന്നത് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണമാണ്. ഈ ഒരു ഡിസോർഡറിനെ നമ്മൾ കോസാക്കോഫ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ആൻഡ് ആൽക്കഹോൾ വിത്ഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഹെവി ആൽക്കഹോൾ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആളുകളിൽ ചെറിയ ആങ്സൈറ്റി, സിഷ്യസ്, ട്രെമേഴ്സ് ഒക്കെ ഉണ്ടാവും, വിത്ഡ്രോവൽ സിംറ്റംസ്. അതിനെയാണ് നമ്മൾ ആൽക്കഹോൾ വിത്ഡ്രോവൽ എന്ന് പറയുന്നത്. സൈക്കോജനിക് ഫോർഗറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ട്രോമ കാരണം നമ്മുടെ മെമ്മറി ലോസ് വരുന്നതിനെയാണ്. ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം പുതിയ മെമ്മറീസ് ഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനെയാണ് നമ്മൾ ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഇതിൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ് അല്ലാത്തത് ഏതൊക്കെയാണ്? ഹ്യൂറിസ്റ്റിക്സ്, ആൽഗോരിതംസ്, വർക്കിംഗ് ബാക്ക്വേർഡ്, ഫങ്ഷണൽ ഫിക്സഡ്നെസ്, സബ് ഗോൾസ്. നമ്മളിപ്പോ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒന്ന് ആൻസർ വരുന്നത് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണ്. ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ബ്ലോക്ക് ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ മറ്റ് യൂസസ്, നമുക്ക് ആൾട്ടർനേറ്റീവ് യൂസസ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിനെ ഒരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു കോയിന്റെ എക്സാമ്പിൾ പറഞ്ഞു, അതിന്റെ ഒരു കോയിനെ നമ്മൾ ക്യാഷ് ആയിട്ട് മാത്രമാണ് കാണുന്നത്, ആൻഡ് സംടൈംസ് അത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരു ഒബ്ജക്റ്റിന്റെ മറ്റ് ഫങ്ഷൻസിനെ നമ്മൾ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥേനെയാണ്, ഒരു മെന്റൽ ബ്ലോക്കിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റ് ഓപ്ഷൻസും കൂടെ നോക്കാം. ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്, അൽഗോരിതം ഉണ്ട്, വർക്കിംഗ് ബാക്ക്വേർഡ് ഉണ്ട്, സബ് ഗോൾസ് ഉണ്ട്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ക്വിക്കായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ്. ആൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട്, ഒരു ഗ്യാരണ്ടീഡ് സൊല്യൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്, നമ്മൾ മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് പോലെ. വർക്കിംഗ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഗോൾ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആൻഡ് അവിടുന്ന് നമ്മൾ ബാക്ക്വേർഡ് വന്നിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സബ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ട് നമ്മുടെ മുന്നിൽ. ഈ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി മാറ്റുന്നു. പിന്നെ അതിൽ ഓരോന്നായിട്ട് നമ്മൾ മാനേജബിൾ സ്റ്റെപ്സ് ആക്കി മാറ്റിയതിനു ശേഷം ഓരോന്നായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, aha experience is commonly associated with which type of learning? ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ലേണിംഗുമായിട്ടാണ് aha എക്സ്പീരിയൻസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? സൈൻ ലേണിംഗ്, ലാറ്റൻ ലേണിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഇൻസൈറ്റ് ലേണിംഗ്. ഈസിയർ ക്വസ്റ്റ്യൻ ആണല്ലേ. aha എക്സ്പീരിയൻസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു സഡൻ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ aha എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൊല്യൂഷൻ ഇവിടെ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് സഡൻലി നമ്മുടെ അടുത്ത് വരികയാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം പഠിച്ചിട്ടുള്ളത് കോലർ ആണ്. അദ്ദേഹം ചിമ്പാൻസീസിനെ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സുൽത്താൻ എന്നൊരു ചിമ്പാൻസിന്റെ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിനെ ഒരു കേജിനുള്ളിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് ബോക്സസ്, ഒരു വടി, ഒരു സ്റ്റിക്ക്, അതുപോലെ ഒരു ബനാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സുൽത്താൻ എന്ന് പറഞ്ഞ ചിമ്പാൻസിക്ക് ഒരു സഡൻ സൊല്യൂഷൻ കിട്ടുകയാണ് ആ ബനാന എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഇൻസൈറ്റ് ലേണിംഗ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ aha എക്സ്പീരിയൻസ് ഇൻസൈറ്റ് ലേണിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് ആണ്. ആൻഡ് മറ്റു ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സൈൻ ലേണിംഗ്, ഇവിടെ സൈൻ ലേണിംഗിൽ നമ്മൾ സ്റ്റിമുലസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സിനെയാണ് ലേൺ ചെയ്യുന്നത്, ആൻഡ് അത് ടോൾമാന്റെ കോൺസെപ്റ്റ് ആണ്. ലാറ്റൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റീൻഫോഴ്സ്മെന്റ് ഒന്നും കിട്ടാതെ നമ്മൾ ഒരു കാര്യം ലേൺ ചെയ്യാണ്. നമ്മൾ മെയ്സ് എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഇവിടെ നമ്മൾ റീൻഫോഴ്സ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്യും. പിന്നെ ഒരു റീൻഫോഴ്സ്മെന്റ് കിട്ടുന്ന സമയത്ത് ആ ഒരു ബിഹേവിയർ നമ്മൾ എവിഡന്റ് ആയി കാണിക്കും എന്നുള്ളതാണ് ലാറ്റൻ ലേണിംഗ് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് BF സ്കിന്നറിന്റെ കോൺസെപ്റ്റ് ആണ്. ലേണിംഗ് നടക്കുന്നത് ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് കാരണമാണ്.
ആൻഡ് ദ കോൺസിക്വൻസസ് ക്യാൻ ബി റീഇൻഫോഴ്സ്മെന്റ് ഓർ പണിഷ്മെന്റ്. അപ്പൊ അത് കാരണമാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. Next question, according to Freud's psychoanalytic theory, which one of the following relies on primary process? ഫ്രൂഡിന്റെ സൈക്കോഅനലിറ്റിക് തിയറി പ്രകാരം ഇതില് പ്രൈമറി പ്രോസസ്സിൽ വരുന്നത് ഏതാണ്? ഈഗോ, ഇത്, സൂപ്പർ ഈഗോ, ഈഗോ ഐഡിയൽ. പ്രൈമറി പ്രോസസ് ഏതാണ്? സിമ്പിൾ ആണല്ലേ, ഇതാണ്. സൈക്കോ അനലിറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പ്രൈമറി പ്രോസസ് തിങ്കിങ്ങിൽ വരുന്നത്. ആൻഡ് പ്രൈമറി പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇറാഷണൽ അൺകോൺഷ്യസ് പ്ലഷർ സീക്കിംഗ് തിങ്കിങ് ആണ്. ആൻഡ് അപ്പോ ഈ ഒരു ഇത് അല്ലെങ്കിൽ ഒരു പ്രൈമറി പ്രോസസ്സിൽ വാട്ട് വി ആർ ട്രൈങ്, നമ്മുടെ ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, ബേസിക് ഡിസയേഴ്സ് ഓർ ബേസിക് ഇൻസ്റ്റിങ്റ്റിനെ ഒപ്പം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുക. ആൻഡ് ഇത് പ്ലഷർ പ്രിൻസിപ്പിളിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. മറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഈഗോ, സൂപ്പർ ഈഗോ ആൻഡ് ഈഗോ ഐഡിയൽ ആണ്. ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, അത് സെക്കൻഡറി പ്രോസസ് തിങ്കിങ് ആണ്. ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോറൽ വാല്യൂസും കോൺഷ്യൻസും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈഗോ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ഈഗോന്റെ ഒരു പാർട്ട് തന്നെയാണ്. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫോർമേഷൻ ഫ്രം ഷോർട്ട് ടേം മെമ്മറി ടു ലോങ് ടേം മെമ്മറി ബൈ മേക്കിംഗ് ദാറ്റ് ഇൻഫോർമേഷൻ മീനിങ്ഫുൾ? നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഇൻഫോർമേഷൻസ് കുറച്ചും കൂടെ മീനിങ് ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ഇതിൽ ഏതാണ്? മെയിൻ്റനൻസ് റിഹേഴ്സൽ, എലാബറേറ്റീവ് റിഹേഴ്സൽ, ഷാലോ പ്രോസസ്സിംഗ്, സെൻസറി പ്രോസസ്സിംഗ്. സിമ്പിൾ ആണ്, എലാബറേറ്റീവ് റിഹേഴ്സൽ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം ആ എക്സിസ്റ്റിംഗ് നോളജിന്റെ കൂടെ കുറച്ചും കൂടെ മീനിങ് ഇൻഫോർമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്കെ, ആൻഡ് മറ്റു ഓപ്ഷൻസ് വരുന്നത് മെയിൻ്റനൻസ് റിഹേഴ്സൽ ആണ്. മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലെ ഇൻഫോർമേഷൻസ് കുറെ നേരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇൻഫോർമേഷനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഷാലോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേഷനെ അതിന്റെ സർഫസ് ഫീച്ചേഴ്സ് വെച്ച് പ്രോസസ് ചെയ്യുന്നതാണ്. ഇത് വീക്കർ മെമ്മറി ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റിമുലസിനെ കാണുന്ന സമയത്ത് അതിന്റെ ഒരു ഇനീഷ്യൽ പ്രോസസ്സിംഗ്, നമ്മുടെ സെൻസറി മെമ്മറിയിൽ നടക്കുന്ന ഒരു ഇനീഷ്യൽ പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡ്നർ വുഡ് ബി most likely to present in psychologists characterized by the ability to understand other and social interactions? മറ്റുള്ളവരെ മനസ്സിലാക്കാനും സോഷ്യൽ ഇന്ററാക്ഷൻസ് മനസ്സിലാക്കാനുള്ള എബിലിറ്റി അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡ്നർ ഇതിൽ ഏതാണ്? നാച്ചുറലിസ്റ്റിക് ആണോ, എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആണോ, ഇന്റർപേഴ്സണൽ ആണോ, ഇൻട്രാപേഴ്സണൽ ആണോ? ഏതായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ, ഇന്റർപേഴ്സണൽ ആണ്. അപ്പോ ഓപ്ഷൻ സി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് മറ്റുള്ളവരുടെ ഇമോഷൻസും ഇന്റൻഷൻസും ബിഹേവിയേഴ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി, അതുപോലെ തന്നെ അവരോട് എഫക്റ്റീവ്ലി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ആൻഡ് ഇത് കൂടുതലായിട്ടും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സിലും ടീച്ചേഴ്സിലും ലീഡേഴ്സിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപഴകിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഒരു സൈക്കോളജിസ്റ്റിലൊക്കെ ഏറ്റവും അധികം വേണ്ട ഒരു ക്വാളിറ്റി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. മറ്റു ഓപ്ഷൻസ് ആയിട്ടുണ്ടായിരുന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറിനെ, പ്ലാന്റ്സിനെ, ആനിമൽസിനെ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട്, അതുപോലെ ലൈഫിനെ കുറിച്ച് നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടൊക്കെ ഡീപ് ഫിലോസഫിക്കൽ തിങ്കിങ് ആണ്. അതിനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഇമോഷൻസും മോട്ടിവേഷൻസും തോട്ട്സിനോടൊക്കെ ഡീൽ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Name the steps involves estimating the resources available to the person for coping with threat in cognitive mediation theory of Lazarus. Primary appraisal, secondary appraisal, tertiary appraisal, quaternary appraisal. സെക്കൻഡറി അപ്രൈസൽ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് സ്റ്റെപ്പിലാണ് അക്കോർഡിംഗ് ടു ലാസറസ് തിയറി ഏത് സ്റ്റെപ്പിലാണ് ഇപ്പൊ നമുക്ക് കോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണ്? അത് സെക്കൻഡറി അപ്രൈസൽ ആണ് അല്ലെ. കോഗ്നിറ്റീവ് മീഡിയേഷൻ തിയറി ഓഫ് സ്ട്രെസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് ലാസറസ് ആണ്. ഇവിടെ പ്രൈമറി അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ത്രെറ്റ് സിറ്റുവേഷൻ വന്നു, ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, എത്രത്തോളം ഭീഷണി അതിനുണ്ട്, എത്രത്തോളം ഹാംഫുൾ ആണത്, എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണത് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത്. സെക്കൻഡറി അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്റെ മുന്നിലുള്ള ഈ ഒരു സ്ട്രെസ് അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തു, ആൻഡ് ഇനി അതിനോട് കോപ്പ് ചെയ്യാനുള്ള റിസോഴ്സസ് ആൻഡ് എബിലിറ്റീസ് എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുന്നത്. പ്രൈമറി അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ സ്ട്രെസ്ഫുൾ ആണോ, അത് ആണെങ്കിൽ തന്നെ എത്രത്തോളം സ്ട്രെസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. സെക്കൻഡറി അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന്റെ ബേസിൽ ഇതിനോട് കോപ്പ് ചെയ്യാനുള്ള റിസോഴ്സസ് എൻ്റെ അടുത്തുണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യുന്നതാണ്. ആൻഡ് ടെർഷ്യറി അപ്രൈസൽ ആൻഡ് ക്വാർട്ടർണറി അപ്രൈസൽ എന്ന് പറയുന്നത് ലാസറസിന്റെ തിയറിയിൽ പറയുന്ന സ്റ്റേജസ് ഒന്നുമല്ല, വെറുതെ നമ്മൾ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു പ്രപ്പോസ്ഡ് ദ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ്? ഇതിൽ ആരാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? മെക്ലൻഡ്, എഡ്വേർഡ് ടോൾമാൻ, സ്കോൾബർഗ് ആൻഡ് ജോൺ ഡൊളാർഡ്. ജോൺ ഡൊളാർഡ് ആണ് കേട്ടോ. അപ്പൊ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്തത് ജോൺ ഡൊളാർഡും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടെയാണ്. ആൻഡ് ഇവിടെ പറയുന്നത് ഫ്രസ്ട്രേഷൻ ആണ് അഗ്രഷനിലേക്ക് മനുഷ്യന്മാരെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. പിന്നെ മറ്റു ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് മെക്ലൻഡ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. പിന്നെ ടോൾമാൻ നമ്മുടെ കോഗ്നിറ്റീവ് മാപ്പും സൈൻ ലേണിംഗ് ഒക്കെ റിലേറ്റ് ആയിട്ട് വരുന്ന ആളാണ്. ആൻഡ് സ്കോൾസ്ബർഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസിന്റെ റിലേറ്റഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ആൻസർ. Habituation is the decrease of a behavioral response to a stimulus after repeated stimulation. Sensitization is an increase in response to mild stimuli as exposure to more intense stimuli. In pruning, unnecessary neural connections in the CNS are discarded. Long-term potentiation appears to be one form of a Hebbian learning. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് 3 എണ്ണം ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ 3 എണ്ണാണ്? അപ്പൊ നമുക്കിവിടെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ 4ഉം കറക്റ്റ് ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിമുലൈനോട് റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അതിനോടുള്ള ബിഹേവിയറൽ റെസ്പോൺസിൽ വരുന്ന ഡിക്രീസ് ആണ് ഹാബിറ്റുവേഷൻ. സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓർ ഇന്റൻസ് സ്റ്റിമുലസിനോട് എക്സ്പോഷർ ഉണ്ടായതിനു ശേഷം നമുക്ക് റെസ്പോൺസീവ്നെസ് ഇൻക്രീസ് ആവുന്നതിനെയാണ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിന് ചില സമയത്ത് അൺനെസസറി നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂറൽ കണക്ഷൻസിനൊക്കെ എലിമിനേറ്റ് ചെയ്യും. അതുവഴി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ആവും. അതിനെയാണ് സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ ഒഴിവാക്കുന്നത് പോലെ അൺനെസസറി ആയിട്ടുള്ള ന്യൂറൽ കണക്ഷൻസിനെ നമ്മുടെ ബ്രെയിന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ വർക്ക്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ വർക്ക്സ് എഫിഷ്യന്റ് ആയിട്ട് നടക്കും. പിന്നെ ലോങ് ടേം പൊട്ടൻഷിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിനാപ്റ്റിക് കണക്ഷൻസിന്റെ ലോങ് ലാസ്റ്റിംഗ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഹെബിയൻ ലേണിംഗ് ആണ്. അപ്പൊ ഇത് 4ഉം ഇവിടെ ഓപ്ഷൻസ് 4ഉം ഇവിടെ കറക്റ്റ് ആണ്.
ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ എം ട്രെംബ്ലിംഗ് therefore I am afraid. Which theory best explain the statement? Cannon-Bard theory, James Lange theory, opponent process theory, Schachter-Singer theory. I am trembling, therefore I am afraid. ആദ്യം ഇവിടെ എന്താ ഐഡന്റിഫൈ ചെയ്തേ? ഇവിടെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ്. അതിനുശേഷമാണ് അവരുടെ ഇമോഷനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ. ഇത് ഏത് തിയറി ആയിരിക്കും? ജെയിംസ് ലാങ് തിയറി ആണ്. ജെയിംസ് ലാങ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വില്യം ജെയിംസും കാൾ ലാങ്കും ആണ്. ഇവിടെ പറയുന്നത് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചിന്റെ പെർസെപ്ഷൻ എന്നാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ബോഡിയിൽ വരുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മൾ പെർസീവ് ചെയ്തതിനു ശേഷമാണ് ഭാഗമായിട്ടാണ് നമുക്ക് ഇമോഷൻസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദ്യം ഒരു സ്റ്റിമുലസ് കാണുന്നു, അപ്പോ നമ്മൾക്ക് ഒരു ഫിസിക്കൽ ചേഞ്ച്, ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് അവിടെ ഉണ്ടാവുന്നു. ആൻഡ് അതുമായി അത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഇമോഷൻ നമ്മൾ കാണിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ എം ട്രെംബ്ലിംഗ് therefore I am afraid. അപ്പോൾ അത് ഈ ഒരു തിയറിയുമായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് ജെയിംസ് ലാങ് തിയറി ആണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് റോങ് ആയതെന്ന് നോക്കാം. കാനൺ-ബാർഡ് തിയറിയിൽ പറയുന്നത് ഇമോഷനും ഫിസിയോളജിക്കൽ അറൗസലും സൈമൾട്ടേനിയസ്ലി ഉണ്ടാവുന്നതാണെന്നാണ്. ഒപ്പണന്റ് പ്രോസസ് തിയറിയിൽ പറയുന്നത് ഇമോഷൻസിന് ഒരു ഓപ്പോസിറ്റ് ഇമോഷണൽ റിയാക്ഷൻസ് കാണിക്കുന്നുള്ളതാണ്. സ്കാച്ചർ-സിംഗർ തിയറിയിൽ പറയുന്നത് ഇമോഷൻസിന് ഒരു ഫിസിയോളജിക്കൽ അറൗസലും അതുപോലെ തന്നെ ഒരു കൊഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ, ഒരു കൊഗ്നിറ്റീവ് ലാബലും കൂടെ നമ്മൾ കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ജെയിംസ് ലാങ്ങിന്റെ തിയറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐറ്റം റൈറ്റിംഗ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ്. ഇതിൽ ഏത് ഗൈഡ് ലൈൻസ് ആണ് ഐറ്റം റൈറ്റിംഗിൽ വരാൻ പാടില്ലാത്തത്? യൂസ് സ്റ്റീരിയോടൈപ്ഡ് വേർഡ്സ്, item must not be too easy, avoid non-fictional words, avoid interlocking items. ഏതൊക്കെ ആയിരിക്കും? സ്റ്റീരിയോടൈപ്ഡ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് അല്ലെ. കറക്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ഇപ്പൊ നമ്മള് ഐറ്റം റൈറ്റിംഗിൽ നമ്മളിപ്പോ ഒരു സൈക്കോളജിക്കൽ ഓർ എഡ്യൂക്കേഷണൽ ടെസ്റ്റിന് വേണ്ടി ഐറ്റംസ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീരിയോടൈപ്ഡ് വേർഡ്സോ അല്ലെങ്കിൽ ബയാസ്ഡ് വേർഡ്സോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോ ഇത് അവിടെ ഒരു ബയാസ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിന്റെ ഫെയർനെസ്സിനെ തന്നെ അഫക്റ്റ് ചെയ്യും. മറ്റതെല്ലാം കറക്റ്റ് ഗൈഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് ഐറ്റം മസ്റ്റ് നോട്ട് ബി ടു ഈസി. ഐറ്റംസ് അത്രത്തോളം ഈസി ആവാൻ പാടില്ല. ടെസ്റ്റ് ഐറ്റംസിന് ഒരു അപ്രോപ്രിയേറ്റ് ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇൻഡിവിജ്വൽസിനെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അപ്രോപ്രിയേറ്റ് ഐറ്റം ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കണം. അവോയ്ഡ് നോൺ ഫങ്ഷണൽ വേർഡ്സ്. അപ്പൊ നമ്മള് അൺനെസസറി ആയിട്ടുള്ള വേർഡ്സിനെ ഒക്കെ റിമൂവ് ചെയ്ത് ഐറ്റംസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ആക്കി വെക്കണം. പിന്നെ അവോയ്ഡ് ഇന്റർലോക്കിംഗ് ഐറ്റംസ്. അപ്പോ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യനുള്ള ക്ലൂ ആയി മാറാൻ പാടില്ല. രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കാതിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡെക്സ് ഓഫ് ഡിഫിക്കൽട്ടി ഈസ് ഹയർ ഫോർ എൻ ഐറ്റം ഇൻഡിക്കേറ്റ്. ഇൻഡെക്സ് ഓഫ് ഡിഫിക്കൽട്ടി ഹയർ ആണെങ്കിൽ ആ ഐറ്റം എന്തായിരിക്കും? ഐറ്റം ആൻസേർഡ് ബൈ 90%, ഹൈ ഡിസ്ക്രിമിനേഷൻ, ലോ ഡിസ്ക്രിമിനേഷൻ, ഐറ്റം ആൻസേർഡ് ബൈ 50%. ഐറ്റം ഡിഫിക്കൽട്ടി ഹൈ ആണെങ്കിൽ ആ ഐറ്റത്തിന് എന്തുണ്ടായിരിക്കും? ഹൈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇൻഡെക്സ് ഓഫ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ ആ ഒരു ഐറ്റത്തിനെ കറക്റ്റ്ലി ആൻസർ ചെയ്തു എന്നുള്ളതിന്റെ പ്രപ്പോർഷൻ ആണ്. അപ്പോ ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ഹൈ ആവുന്ന സമയത്ത് ഒരുപാട് പേര് അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു എന്നാണ് പറയാ. അപ്പൊ ഈ ഐറ്റം ഈസി ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. നമുക്ക് ഹൈ ആൻഡ് ലോ പെർഫോമൻസ് തമ്മിൽ ഉള്ള ഡിഫറൻഷിയേഷൻ മനസ്സിലാക്കാൻ പറ്റും അതിനൊരു ഹയർ ഡിസ്ക്രിമിനേഷൻ കൊടുക്കുന്നത് വഴി. പിന്നെ മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഐറ്റം ആൻസേർഡ് ബൈ 90% എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു ഈസി ഐറ്റം ആണെന്നാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയറക്ട്ലി ചോദിക്കുന്നത് ഹൈ ഡിഫിക്കൽട്ടി ഇൻഡെക്സിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നാണ്. പിന്നെ ലോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി ആണ്. ഐറ്റം ആൻസേർഡ് ബൈ 50% എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് TAT ഈസ് വിച്ച് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്? തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്? കോൺസ്റ്റിറ്റ്യൂട്ടീവ്, ഇന്റർപ്രറ്റീവ്, റിഫ്രാക്റ്റീവ് ആൻഡ് കാത്തറ്റീവ്. ഏതായിരിക്കും? ഇന്റർപ്രറ്റീവ് ആണ് അല്ലെ? തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ TATയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കുറച്ച് ആംബിഗസ് പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ബേസിൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് എക്സാമിനർ അവര് റെഡിയാക്കിയിട്ടുള്ള ആ സ്റ്റോറിന്ന് അവിടെയുള്ള തീംസും മോട്ടീവ്സും ഇമോഷൻസും കോൺഫ്ലിക്ട്സും ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റോഷാക്ക് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളാണ് ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. റിഫ്രാക്റ്റീവ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പെർസെപ്ഷനിലും ഇന്റർപ്രിട്ടേഷനിലുള്ള ഡിസ്റ്റോർഷൻസ് റിവീൽ ചെയ്യുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ആൻഡ് കഥാറ്റിക് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന മെത്തേഡാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് കോട്ട സാമ്പിളിംഗ് ആണ് ലിസ്റ്റ് 1 ഉള്ളത്. ആൻഡ് ലിസ്റ്റ് 2 നമുക്കുള്ളത് സ്ട്രാറ്റം ഓഫ് പോപ്പുലേഷൻ ഡ്രോൺ നോൺ റാൻഡംലി, ഏരിയ സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, പെർപ്പസീവ് സാമ്പിളിംഗ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും അല്ലെ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതായിരിക്കും വരിക? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എങ്ങോട്ടായിരിക്കും മാച്ച് ആവുക? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എപ്പോഴും സിമ്പിൾ റാൻഡം സാമ്പിളിംഗിലോട്ടാണ് മാച്ച് ആവുന്നത്. ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരുന്നത് പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് നമ്മുടെ ഏരിയ സാമ്പിളിംഗ് ആണ്. ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റം ഓഫ് പോപ്പുലേഷൻ ഡ്രോൺ നോൺ റാൻഡംലി എന്നുള്ളതാണ്. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ ഉണ്ട്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ സെലക്ഷൻ റാൻഡംലി അല്ല നടക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ പെർപ്പസീവ് സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പോപ്പുലേഷനെ ക്ലസ്റ്റേഴ്സോ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയാസോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് റാൻഡം ആയിട്ട് ഒന്നിനെ സെലക്ട് ചെയ്യുന്നതാണ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്ട്രാറ്റാസ് ഫോം ചെയ്തതിനു ശേഷം അതിൽ നിന്നും നോൺ റാൻഡംലി പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് കോട്ട സാമ്പിളിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fear to presence of crowds and difficulty to escape to a safe place is more likely a symptom of. ഒരു ക്രൗഡ്സിന്റെ പ്രസൻസ് പേടിയുണ്ടാവുക, അതുപോലെ തന്നെ സേഫ് പ്ലേസിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാന്നൊക്കെ പറയുന്നത് ഇതിൽ ഏതിന്റെ സിംറ്റം ആണ്? എക്രോഫോബിയ, അഗോറാഫോബിയ, സോഷ്യൽ ഫോബിയ, പാനിക് ഡിസോർഡർ. ഇത് നമ്മൾ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോബിയ ആണ് അല്ലെ? അഗോറാഫോബിയ ആണ്. അഗോറാഫോബിയ എന്ന് പറയുന്നത് ഇപ്പോ നമ്മളൊരു ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ലേ എന്ന് ആലോചിച്ചിട്ടുള്ള പേടി. ആൻഡ് നമുക്കൊരു ഹെൽപ്പ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരും അവൈലബിൾ ആവില്ലേ, നമുക്കൊരു ഹെൽപ്പ് കിട്ടില്ലേ എന്നൊക്കെ ഓർത്തിട്ടുള്ള എക്സസീവ് ഫിയറിനെയാണ് നമ്മൾ അഗോറാഫോബിയ എന്ന് പറയുന്നത്. അപ്പോ ഈ അഗോറാഫോബിയ ഉള്ള ആളുകൾ കൂടുതലായിട്ടും ക്രൗഡഡ് പ്ലേസസ്, ഷോപ്പിംഗ് മാൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. കാരണം അവര് പെട്ടെന്ന് അവിടുന്ന് അവർക്ക് ഒരു സേഫ് പ്ലേസിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവര് അവോയ്ഡ് ചെയ്യും. അതിന്റെ മറ്റു ഓപ്ഷൻസും കൂടെ കൃത്യമായിട്ട് നോക്കുക. അക്രോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റുകളെ പേടിയുള്ളതിനെയാണ്. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിനെ പേടി, മറ്റുള്ളവരെന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള പേടിയൊക്കെയാണ്. പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കറന്റ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്സ് ആണ് അവിടെ വരിക. Next question, which of the following is not a necessary diagnostic criteria for dementia in Alzheimer's disease with early onset? Rapid progression of symptoms, multiple disorders of higher cortical function,
Family history of Alzheimer's disease onset before the age of 65 years. ഏർലി ഓൺസെറ്റിൽ വരുന്ന അൾഷൈമേഴ്സ് ഡിമെൻഷ്യ ഇൻ അൾസൈമേഴ്സിന് വരുന്ന ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആവേണ്ടാത്തത് ഇതിൽ ഏതാണ്? ഫാമിലി ഹിസ്റ്ററി ഓഫ് അൾസൈമേഴ്സ് ഡിസീസ് ആണ്. അപ്പോ അൾസൈമേഴ്സ് ഡിസീസിന്റെ ഏർലി ഓൺസെറ്റിൽ അതിന് വേണ്ട ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓൺസെറ്റ് 65 വയസ്സിന് മുന്നേ ആയിരിക്കണം. അതുപോലെ തന്നെ ഹയർ കോർട്ടിക്കൽ ഫങ്ഷൻസിൽ മൾട്ടിപ്പിൾ ഡിസ്റ്റർബൻസസ് ഉണ്ടായിരിക്കണം. അതുപോലെ സിംറ്റംസിന് റാപ്പിഡ് പ്രോഗ്രഷൻ ഉണ്ടായിരിക്കണം. ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു നെസസറി ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ലാതെയും ആളുകൾക്ക് അൾസൈമേഴ്സ് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിംറ്റം ഓഫ് കാറ്റട്രോണിക് സ്കിസോഫ്രീനിയ? ഹൈപ്പർകൈനസിസ്, ഓട്ടോമാറ്റിക് ഒബീഡിയൻസ്, നെഗറ്റീവിസം, ആബ്സെൻസ് ഓഫ് വയലന്റ് എക്സൈറ്റ്മെന്റ്. ഇതില് കാറ്റട്രോണിക് സ്കിസോഫ്രീനിയയുടെ സിംറ്റം അല്ലാത്തത് ഏതാണ്? ആബ്സെൻസ് ഓഫ് വയലന്റ് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോ കാറ്റട്രോണിക് സ്കിസോഫ്രീനിയയില് വരുന്ന ഡിസ്റ്റർബൻസ് അവരുടെ മോട്ടോർ മൂവ്മെന്റിലാണ് അവർക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് വരിക. അപ്പോ ഇവർക്ക് ഹൈപ്പർ കൈനസിസ് ഉണ്ടാവും, എക്സസീവ് മോട്ടോർ ആക്ടിവിറ്റി ഓർ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോ ഒരു ഹാൻഡ് പൊസിഷനിൽ വെക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടോർ ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ഒബീഡിയൻസ്, അപ്പോ ഇവര് ഓട്ടോമാറ്റിക്കലി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് കാറ്റട്രോണിക് സ്കിസോഫ്രീനിയ ഉള്ളവര്. പിന്നെ അവർക്കുള്ള മറ്റൊരു സിംറ്റം ആണ് നെഗറ്റീവിസം. ആൻഡ് അവർക്ക് ചില സമയത്ത് ഇൻസ്ട്രക്ഷൻസിനോട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു അറ്റംപ്റ്റും ഇവര് കാണിക്കാം. പിന്നെ വയലന്റ് എക്സൈറ്റ്മെന്റ് കാറ്ററ്റോണിയുള്ള ആളുകളിൽ ഉണ്ടായിരിക്കും. പക്ഷെ ആബ്സെൻസ് ഓഫ് വയലന്റ് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് സിംറ്റം അല്ല, അവിടെ ആബ്സെൻസ് ആണ് പറയുന്നത്. വയലന്റ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ആൻഡ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ആബ്സെൻസ് ഓഫ് വയലന്റ് എക്സൈറ്റ്മെന്റ് എന്നുള്ളതാണ്. Next question, a persistent instability of mood involving numerous periods of mild depression and mild elation is a symptom of. നമ്മുടെ മൂഡില് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക, അവിടെ ന്യൂമറസ് മൈൽഡ് ഡിപ്രഷൻസും മൈൽഡ് ഇലേഷൻസും ഉണ്ടാവുക. ഇത് എന്തിന്റെ സിംറ്റം ആണ്? ഡിസ്തൈമിയ, സൈക്ലോതൈമിയ, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ, ഹൈപ്പോമാനിയ. സൈക്ലോതൈമിയ ആണ്. സൈക്ലോതൈമിയ എന്ന് പറയുന്നത് ഒരു ക്രോണിക് മൂഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ അവിടെ റിപ്പീറ്റഡ് പീരിയഡ്സ് ഓഫ് മൈൽഡ് ഡിപ്രഷനും ഒരു മൈൽഡ് ആയിട്ടുള്ള ഹൈപ്പോമാനിക് സിംറ്റംസും ആണ് അവർ കാണിക്കുക. അപ്പോ നമ്മുടെ ബൈപോളാർ ഡിസീസ് ഉള്ള ആളുകളെക്കാളും കുറച്ചും കൂടെ ലെസ് സിവിയർ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. പക്ഷെ ഇത് ലോങ് ടൈം പെർസിസ്റ്റന്റ് ആണ്. സൈക്ലോതൈമിയാണ് ഇവിടെ ആൻസർ വരുന്നത്. ആൻഡ് ഇവിടെ മറ്റു ഓപ്ഷൻസ് ആയിട്ടുണ്ടായിരുന്നത് ഡിസ്തൈമിയ. ഡിസ്തൈമിയ എന്ന് പറയുന്നത് ലോങ് ടേം മൈൽഡ് ഡിപ്രഷൻ ആണ്, അവിടെ ഒരു മൂഡ് എലവേഷൻ ഉണ്ടായിരിക്കില്ല. പിന്നെ വരുന്നത് ബൈപോളാർ ഡിസോർഡർ ആണ്, അവിടെ സിവിയർ ആയിട്ടുള്ള മാനിക് ആൻഡ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഹൈപ്പോമാനിയ ആണ്, അവിടെ എപ്പോഴും സിംഗിൾ സ്റ്റേറ്റ് ഓഫ് എലിവേറ്റഡ് മൂഡ് ആയിരിക്കും ഉണ്ടാവുക, അതിന് ഒരു ഡിപ്രഷനോ എലവേഷനോ ഒന്നും ഉണ്ടാവുന്നില്ല. Next question, according to health belief model, belief in health threat does not include general health values, specific beliefs about vulnerability, perceived behavioral control, belief about severity of the disorder. Health belief model നമ്മുടെ ഹെൽത്ത് ത്രെറ്റിനെ കുറിച്ചുള്ള ബിലീഫിൽ വരാത്തത് ഇതിൽ ഏതൊക്കെയാണ്? ജനറൽ ഹെൽത്ത് വാല്യൂസ്, സ്പെസിഫിക് ബിലീഫ്സ് അബൌട്ട് വൾണറബിലിറ്റി, perceived behavioral control, beliefs about severity of disorder. Perceived behavioral control ആണ് അല്ലെ. അപ്പൊ ഹെൽത്ത് ബിലീഫ് മോഡലില് പറയുന്നത് ഹെൽത്ത് ത്രെറ്റില് മെയിൻലി ഉണ്ടാവുന്നത് ഒരു പെർസീവ്ഡ് സസെപ്റ്റിബിലിറ്റി ആണ്. എത്രത്തോളം എനിക്ക് ഈ ഒരു അസുഖം വരാനുള്ള പേഴ്സണൽ വൾണറബിലിറ്റി ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ബിലീഫിനെയാണ് നമ്മൾ പെർസീവ്ഡ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. പെർസീവ്ഡ് സിവിയറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഒരു ഇൽനെസ് എത്രത്തോളം സിവിയർ ആണ്, എത്രത്തോളം സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ബിലീഫാണ്. ജനറൽ ഹെൽത്ത് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ കൺസേൺ ആണ്. ഓക്കെ, അപ്പൊ ഈ പെർസീവ്ഡ് ബിഹേവിയറൽ കൺട്രോൾ എന്നുള്ളത് നമ്മുടെ തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയറിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ്, നമ്മുടെ ഹെൽത്ത് ബിലീഫ് മോഡലിൽ വരുന്നതല്ല. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് പെർസീവ്ഡ് ബിഹേവിയറൽ കൺട്രോൾ ആണ്. Then next question, according to Alport, the most pervasive and powerful human traits are called. According to Alport, നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ട്രേറ്റ്സിനെ എന്താണ് പറയാ? കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ്, സെക്കൻഡറി ട്രേറ്റ്സ്, പേഴ്സണൽ ഡിസ്പോസിഷൻസ്. കാർഡിനൽ ട്രേറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ് കാർഡിനൽ ട്രേറ്റ്സ്, എന്താണ് സെൻട്രൽ ട്രേറ്റ്സ്, എന്താണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഗോർഡൻ ആൾപോർട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയുടെ ട്രേറ്റ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കുറച്ച് 3 ടൈപ്സ് ഓഫ് ട്രേറ്റ്സുകൾ ഉണ്ടായിരിക്കും. കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. അപ്പൊ അതിൽ ഈ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ട്രേറ്റ്സ് ആണ്. ഇതിപ്പോ എല്ലാ ഇൻഡിവിജ്വൽസിനും ഈ കാർഡിനൽ ട്രേറ്റ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഐഡന്റിറ്റിനെ മാർക്ക് ചെയ്യാൻ പാകത്തിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ട്രേറ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? അദ്ദേഹത്തിന്റെ നോൺ വയലൻസ്, അഹിംസ, അതുപോലുള്ള കാര്യങ്ങൾ അല്ലെ. ഓക്കെ, അപ്പൊ അത് അദ്ദേഹത്തിന്റെ കാർഡിനൽ ട്രേറ്റ് ആണ്. അപ്പൊ മദർ തെരേസ എന്ന് പറയുന്ന സമയത്ത് പീസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അത് അവരുടെ കാർഡിനൽ ട്രേറ്റ് ആണ്. അത്രയും ഡോമിനന്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രേറ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റിന്റെ ബേസിക് ഫൗണ്ടേഷൻ ഫോം ചെയ്യുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഹോണസ്റ്റി, പങ്ക്ച്വാലിറ്റി, സോഷ്യബിലിറ്റി, അതുപോലെയുള്ള കാര്യങ്ങൾ. സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ലെസ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ലെസ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ട്രേറ്റ്സ് നമ്മൾ സ്പെസിഫിക് സിറ്റുവേഷൻസിൽ കാണിക്കുന്നതാണ്. നമ്മുടെ ഡിഫറെന്റ് ഹെയർ കട്ട്സ്, നമ്മുടെ ഡ്രസ്സിംഗ് മോഡൽ ലെസ് കൺസിസ്റ്റന്റ് ആണ്. നമ്മൾ മോഡൽ മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗോർഡൻ ആൾപോർട്ട് 3 ടൈപ്സ് ഓഫ് ട്രേറ്റ്സ് ആണുള്ളത്. കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഇൻഡിവിജ്വൽസിലും ഉണ്ടാവില്ല. അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ട്രേറ്റ്സ് ആണ്. ആൻഡ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ലെസ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ട്രേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു സോ മച്ച്.